സുഴൽ 2 നമുക്കറിയാം. സുഴൽ എന്ന സീരീസ് എത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന്. അപ്പം അതിന്റെ സെക്കൻഡ് സീസൺ എത്തിയിരിക്കുകയാണ്. മൊത്തം 8 എപ്പിസോഡുകൾ, ഏകദേശം 40 മിനിറ്റിലധികം, 40-45 മിനിറ്റ് ആവറേജ് വരുന്ന 8 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. നമുക്ക് കഴിഞ്ഞ സീരീസിൽ നിർത്തിയ പോലെ തന്നെ ആ സീരീസിന്റെ അവസാനം ഐശ്വര്യ രാജേഷിന്റെ ക്യാരക്ടറെ കൊല്ലുന്ന ഇത് കാണിക്കാൻ പറ്റും നമ്മളപ്പോൾ. അതിന്റെ പേരിൽ ആള് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ പുള്ളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചക്രവർത്തി, നമ്മുടെ കതിർ ആണ് റോൾ ചെയ്തിരിക്കുന്നത്. പുള്ളി നമ്മുടെ വക്കീലുമായിട്ട് വരുന്നതാണ്. ചെല്ലപ്പ എന്നുള്ള വക്കീലാണ്. ലാലാണ് റോൾ ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് അത്യാവശ്യം നല്ല ഹോൾഡുള്ള, എല്ലാവരുടെ മുമ്പിൽ നല്ലവനായ ഒരു വക്കീലാണ് ചെല്ലപ്പ എന്നുള്ള ക്യാരക്ടർ. പുള്ളിക്ക് കതിറിന് ഒരു അച്ഛന്റെ സ്ഥാനവും പോലെയാണ്. അപ്പോൾ പുള്ളിന്റെ സഹായത്തോടെ ഐശ്വര്യ രാജേഷിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്കുന്ന ഇതായിട്ടാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. അതിനുശേഷം തൻ്റെ നാട്ടിൽ ഒരു ഉത്സവത്തിന് പോവുകയാണ് ചെല്ലപ്പ എന്നുള്ള ലോയർ. ഒപ്പം കതിറിനെയും കൂട്ടുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ അഷ്ടകാളി പൂജ, അതായത് അസുരനെ കൊല്ലാൻ വേണ്ടി ആ കാളി 8 അവതാരം എടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു സംഭവമായിട്ട് ഈ സ്റ്റോറിന്റെ നെറേറ്റീവായിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നീട് ഒരു ദിവസം നാട്ടിലെ ഒരു കോട്ടേജിൽ, തന്റെ പ്രൈവറ്റ് കോട്ടേജിൽ മരിച്ചു കിടക്കുന്ന ചെല്ലപ്പയാണ് കതിർ കാണുന്നത്. ആദ്യത്തെ ഒരു ദൃഷ്ടിയിൽ നമുക്ക് ഒരു സൂയിസൈഡ് ആണെന്ന് തോന്നിക്കെങ്കിലും കയ്യിൽ വെപ്പൺ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മർഡർ എന്ന രീതിയിൽ അവര് എടുക്കുകയാണ്. കാരണം മുമ്പ് നല്ലൊരു കേസ് കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ പുള്ളിയെ തന്നെ ഈ കേസ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യ കാഴ്ചയിൽ നമുക്ക് സൂയിസൈഡ് ആണെന്ന് തോന്നിക്കില്ല. കാരണം കോട്ടേജ് മൊത്തം ലോക്കഡ് ആയിരിക്കും. പുറത്തുനിന്ന് ഒരാൾ വന്ന പോലെ തോന്നിക്കില്ല. പക്ഷെ ആയുധം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഒരു ബ്യൂറോയിൽ അകത്ത് ഗൗരിജി കിഷന്റെ ക്യാരക്ടർ ആ ഗണ്ണുമായിട്ട് അറസ്റ്റിലാവുകയാണ്. ആ കുട്ടിയെ ഒന്നും മിണ്ടുന്നില്ല. എന്തിനാണ് കൊന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷെ കതിറിന്റെ മൈൻഡിൽ പോയിക്കൊണ്ടേയിരിക്കുന്ന കാര്യം പുറത്തുനിന്ന് ലോക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വേറെ ആളും കൂടി ഉണ്ടാവും. അങ്ങനെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അറ്റ് എ ടൈം ഇതിലൊരു അഷ്ടകാളി എന്ന് പറയുന്ന പോലെ 8 പേര് ഹാജരാകുകയാണ്. ഞങ്ങളാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് തോന്നുന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിന്റെ ട്രെയിലർ എല്ലാത്തിലും കണ്ടതാണ്. 8 സസ്പെക്ട് ഉണ്ട്. ആദ്യമായിട്ട് ഒരു കൊലപാതകത്തിന് എന്ന് പറയുന്ന പോലെ ആ ഒരു ഹൈ എന്താ പറയാ, ഇപ്പൊ ഫ്ലൈറ്റ് എടുക്കുന്നതിന്റെ ആ ഒരു പുഷ് പിന്നീട് അങ്ങോട്ട് കിട്ടിയില്ല എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും നല്ലൊരു ഈ 8 പേരും സറണ്ടർ ആയി. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ള രീതിയിൽ ഗ്രിപ്പിംഗ് ആയിട്ട് എടുക്കാവുന്ന ഒരു സാധനത്തിന് അത്യാവശ്യം ഒരു ലാഗി ആയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല എൻഗേജിങ് ആയിട്ട് 8 എപ്പിസോഡുകൾ കൊണ്ടുപോകാമായിരുന്നു. ആദ്യത്തെ ഒരു 2 എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ പിന്നീട് പതുക്കെ കുറെ അധികം ഇമോഷൻസും കാര്യങ്ങളും ഡയലോഗ്സും ഒക്കെ കൂടുതലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നിയില്ല. ബട്ട് ഒരു മിസ്റ്ററി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ആകാംക്ഷ ഉടനീളം ഉണ്ടെങ്കിൽ പോലും അത് കാണാൻ വേണ്ടി മാത്രം കുത്തിയിരുന്ന് കാണുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതെന്തായിരിക്കും, ഇവർ കൊന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഇതെന്താണ് കഥ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു സ്പീഡ് ഈ സീരീസിലില്ല. ശരിക്കും ഒരു 40 മിനിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 8 എപ്പിസോഡുകളാക്കാൻ വേണ്ടി വലിച്ചു കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഒരു മോശം സീരീസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ഡീസന്റ് സീരീസ് ആണ് സുഴൽ 2. ആൻഡ് ഇതിൽ എടുത്തു പറയാനുള്ളത് കുറെ നല്ല പെർഫോമൻസുകൾ കാണാൻ പറ്റിയെന്നുള്ളതാണ്. ഇതിൽ 8 പേരാണെങ്കിലും പിന്നെ നല്ല റോൾ ചെയ്തിട്ട് ശരവണൻ, കതിർ, ഐശ്വര്യ രാജേഷ് എല്ലാവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ലാല അത്യാവശ്യം നല്ല ത്രൂ ഔട്ട് ഉള്ള റോളാണ്. പിന്നെ ആ ഉത്സവവും അതിന്റെ ഒരു നരേഷനൊക്കെ ഉണ്ട്. അതും ഈ ഒരു 8 പേരും തമ്മിലുള്ള റിലേഷനോ അല്ലെങ്കിൽ എങ്ങനെ റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്നതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ആ ജയിലിനകത്തുള്ള ഒരു സീനുണ്ട്. ക്ലൈമാക്സ് എപ്പിസോഡിന് അടുക്കുമ്പോൾ കുറച്ച് സീനുകളുണ്ട്. ആ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇതായിപ്പോയി. കാരണം നമ്മൾ ആദ്യം ഒരു ഇതാണ് എന്ന് മൈൻഡിൽ വിചാരിച്ചിട്ടായിരിക്കും കാണുന്നത്. നമ്മളപ്പോൾ അതിലോട്ട് തന്നെ ഈ സീരീസ് പോകുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. പക്ഷെ അവിടെ നിന്ന് ഒരു യൂ ടേൺ എടുത്തിട്ട് ഇതൊന്നും അല്ല കാര്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് അത്യാവശ്യം കൊള്ളായിരുന്നു. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഡീസന്റ് അല്ലെങ്കിൽ ഒരു വാച്ചബിൾ ആയിട്ടുള്ള സീരീസ് ആണ്. തീർച്ചയായും പോയി കാണാം. പിന്നെ സാം സിയോസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ നന്നായിരുന്നു. ത്രൂ ഔട്ട് എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ഗ്രിപ്പിംഗ് ആക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഔട്ട്പുട്ട് കിട്ടിയേനെ എന്ന് തോന്നി. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.